ബൽറാം നെടുങ്ങാടിയിലേക്ക് നമ്മൾ പോവുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ദേശീയ പണിമുടക്കാണ്. കേരളത്തിൽ നമ്മളിപ്പോൾ പലയിടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ നമുക്ക് റിപ്പോർട്ടുകൾ നൽകുകയായിരുന്നു. ഏറെക്കുറെ KSRTC ഒന്നും ഓടുന്നില്ല, ഓട്ടോറിക്ഷകൾ അങ്ങിങ് ഓടുന്നു, യാത്രക്കാരും കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച് യാത്രക്കാർ മാത്രം നിരത്തിലുള്ളൂ. അവിടുത്തെ ഒരു സ്ഥിതി എന്താണ്? വെരി ഗുഡ് മോർണിംഗ് സ്മിത. ഡൽഹിയിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ പണിമുടക്ക് ശാന്തമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വാഹനങ്ങളെല്ലാം തന്നെ സാധാരണ നിലയിൽ നിരത്തിൽ ഇറങ്ങുന്നുണ്ട്. ബസ്സുകൾ, ടാക്സികൾ, ഓട്ടോകൾ ഉൾപ്പെടെയുള്ളവ എല്ലാം തന്നെ സർവീസ് നടത്തുന്നുണ്ട്. പൊതുജന ജീവിതത്തെ ഈ ഒരു ഘട്ടത്തിൽ ഒരു തരത്തിലും ഈ പൊതുപണിമുടക്ക് ബാധിച്ചിട്ടില്ല. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകൾ ഉൾപ്പെടെ രാവിലെ മുതൽ തന്നെ സാധാരണ നിലയിൽ തന്നെ സർവീസ് നടത്തുന്നുണ്ട്. സാധാരണ നിലയിലും ഡൽഹിയിൽ ഈ പൊതുപണിമുടക്കുകൾക്ക് അത്രത്തോളം നല്ല പ്രതികരണം ലഭിക്കാറില്ല. ടാക്സികളും ബസ്സുകളും ഉൾപ്പെടെയുള്ളവ എല്ലാം തന്നെ സർവീസ് നടത്തുക പതിവാണ്. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യാവസായിക മേഖലയെയും കാർഷിക മേഖലയെയുമാണ് പൊതുപണിമുടക്ക് ബാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയുടെ അതിർത്തി മേഖലകളിലുള്ള വ്യാവസായിക മേഖലകൾ, ഈ മേഖലകളിലെ തൊഴിലാളികളെല്ലാം തന്നെ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം 10 ട്രേഡ് യൂണിയൻ സംഘടനകൾ ഈ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് അവർ ഉൾപ്പെടുന്ന സംഘടനകൾ എല്ലാം തന്നെ പണിമുടക്ക് ഇന്ന്. അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പഞ്ചാബിൽ, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കർഷകരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ശക്തമായി തന്നെ ഉണ്ടാകും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കർഷക സംഘടനകൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളാണ് ഇവ രണ്ടും. അതുകൊണ്ട് തന്നെ പൊതുപണിമുടക്ക് ശക്തമാകും. ഒപ്പം ബീഹാറിലും ശക്തമായി പണിമുടക്കും പ്രതിഷേധ പ്രകടനങ്ങളും നടക്കും. ബീഹാറിൽ ഇടത് പാർട്ടികളും ഒപ്പം തന്നെ RJDയും പൊതുപണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളിൽ കോൺഗ്രസ് ഒഴികെയുള്ളവ എല്ലാം തന്നെ പൊതുപണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സംഘടനയായ, തൊഴിലാളി സംഘടനയായ INTUസും പണിമുടക്കിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണിമുടക്ക് ശക്തമായി തന്നെ ബീഹാറിൽ പ്രതിഫലിക്കും. ജാർഖണ്ഡിൽ അടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പണിമുടക്ക് ശക്തമാകും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചനകൾ. ബംഗാളിൽ സാധാരണ തൃണമൂൽ കോൺഗ്രസ് ഈ തൊഴിലാളി സംഘടനകളുടെ പണിമുടക്കിനോട് അനുഭാവം പ്രകടിപ്പിക്കാറില്ല എങ്കിൽ പോലും ഇത്തവണ ഈ ഒരു കേന്ദ്ര സർക്കാരിനെതിരായ ഒരു പണിമുടക്കിൽ തൃണമൂൽ കോൺഗ്രസും സഹകരിക്കും എന്നാണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ബംഗാളിലും ശക്തമായി തന്നെ പണിമുടക്കിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും വ്യാവസായിക മേഖലയെ തന്നെയായിരിക്കും പൊതുപണിമുടക്ക് ബാധിക്കുക. ഒപ്പം തന്നെ ഗ്രാമീണ തൊഴിലാളികൾ, കർഷകർ എന്നിവർ പണിമുടക്കിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ശരി, പഞ്ചാബ്, ഹരിയാന, ബംഗാൾ, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളെയൊക്കെ വരും മണിക്കൂറുകളിൽ പൊതുപണിമുടക്ക് കാര്യമായി തന്നെ ബാധിക്കാനാണ് സാധ്യത. ഡൽഹിയിലെ രാവിലത്തെ കാഴ്ചകളിൽ നിന്ന് പൊതുപണിമുടക്ക് കാര്യമായി പൊതുജനങ്ങളെ ബാധിച്ചിട്ടില്ല. അവിടെ വാഹനങ്ങളൊക്കെ സർവീസ് നടത്തുന്ന നിലയുണ്ട്. ബൽറാം നെടുങ്ങാടി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.